ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജുസ്കിച്ചനിലേക്ക് സ്വാഗതം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഒരു ഏകദേശം 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ സ്ലൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും ചിക്കന് ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതേപോലത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴേ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, ഇതിൽ തന്നെ മസാലയൊക്കെ പുരണ്ട് കിടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. സ്പൈസി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2 വലിയ സവാള ഇതേപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, നീളത്തിൽ അരിയരുത്. സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കനിലേക്ക് പിടിക്കാനുള്ള ഉപ്പും കൂടി ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഇവിടെ അത്യാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 അല്ലി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള കുറച്ചും കൂടി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ 2 ടേബിൾ സ്പൂണൊക്കെ തന്നെ മതിയാകും. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ചേർത്ത് കൊടുത്ത ടൈമിൽ തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട്, അടിയൊന്നും പിടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അടുത്ത മസാലയ്ക്കുള്ള പൊടി എടുക്കാൻ പോകുമ്പോഴേക്കും അടി പിടിക്കേണ്ട വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഞാൻ അടുത്ത മസാല എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ എല്ലാം ഒരു പച്ച മണം പോയി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സവാളയൊക്കെ ഒന്നും കൂടി വഴന്ന് വരികയും ചെയ്തോളൂ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 5 ചുവന്ന മുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ മിക്സിയിലൊന്നും ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കരുത്. കാരണം ചിക്കൻ റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ചുവന്ന മുളകൊക്കെ അതിൻ്റെ മുകളിൽ കാണണമെങ്കിലേ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ എല്ലാ മസാലയും ചിക്കനിലേക്കൊക്കെ ഒന്ന് ആകാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് എല്ലാ മസാലയിലേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ നമ്മൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഇതേപോലെ തന്നെയാണ് റോസ്റ്റ് ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം.
ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇത് വേവാൻ വേണം. ചിക്കന് വെന്ത് കിട്ടാനുള്ള ടൈമാണ്. ആ ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടി പിടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പം ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചിക്കനൊക്കെ ഇറങ്ങിയ വെള്ളമാണ്, നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് തുറന്നിട്ടിട്ട് വേവിച്ചാൽ മതി. ഈ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റിക്കണം, കാരണം നമ്മൾ ഒട്ടും ഗ്രേവി ഇല്ലാതെയാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇത് തുറന്നിട്ടിട്ട് വേണം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ തുറന്നിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ടൊമാറ്റോ സോസ് ഇതിൽ മസ്റ്റാണ് കേട്ടോ, കാരണം നമ്മൾ സ്പൈസി ചിക്കൻ്റെ ആ ടേസ്റ്റിന് കൂടുതൽ ഈ സോസിൻ്റെ ഒരു മധുരം കൂടിയൊക്കെ വരുമ്പോൾ ഇതൊരു നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ടൊമാറ്റോ സോസ് എന്തായാലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ 15 മിനിറ്റാണ് വേവിച്ചത്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ബാക്കിയുള്ള ഗ്രേവിയൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഒന്ന് നന്നായിട്ട് വറ്റി വരാനും ഈ ടൊമാറ്റോ സോസ് എല്ലാം കൂടി ചിക്കനിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തുറന്നിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. സ്പൈസി ചിക്കൻ റോസ്റ്റ് അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1 മിനിറ്റും കൂടി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. സ്പൈസി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലൊരു പോർഷൻ മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ മാറ്റിയിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.